ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. ഇന്ത്യ ബംഗ്ലാദേശ് T20 പരമ്പരയ്ക്ക് തുടക്കമാകാൻ പോവുകയാണ്. 2 മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം ടീം ഇന്ത്യ T20 സീരീസിലേക്ക് എത്തുകയാണ്. 3 മത്സരങ്ങളടങ്ങിയ ഇന്ത്യ ബംഗ്ലാദേശ് T20 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ഗോളിയോറിൽ ഇന്ത്യൻ സമയം രാത്രി 7 മണിക്കാണ് ഒന്നാം T20 നടക്കാൻ പോകുന്നത്. നമുക്കറിയാം, സീനിയർ താരങ്ങൾക്കെല്ലാം വിശ്രമം അനുവദിച്ചുകൊണ്ട് യുവതാരങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയ ഒരു ടീമിനെയായിരുന്നു ഇന്ത്യ പ്രഖ്യാപിച്ചത്. അപ്പോൾ ആരൊക്കെയായിരിക്കും ഇന്ത്യയുടെ ഒന്നാം T20 പ്ലേയിങ് 11 എത്താൻ പോകുന്നത്? കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഈ ഒരു സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ വളരെയധികം സർപ്രൈസിംഗ് ആയി തോന്നിയത് ഒരു സ്പെഷ്യലിസ്റ്റ് ഓപ്പണറായി അഭിഷേക് ശർമ്മയെ മാത്രമായിരുന്നു ടീമിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ആരായിരിക്കും അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാൻ എത്തുക എന്നത് വളരെ കൗതുകമുണർത്തിയ ഒരു ചോദ്യം തന്നെയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തന്നെ അതിനൊരു ക്ലാരിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. മലയാളി താരമായിട്ടുള്ള സഞ്ജു സാംസൺ ആയിരിക്കും അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഇന്ത്യയുടെ ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാൻ എത്താൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഒന്നാം T20 പ്രോബബിൾ പ്ലേയിങ് 11 എന്ന് പരിശോധിക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഓപ്പണിങ്ങിൽ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം സഞ്ജു സാംസൺ എത്തിയേക്കും. 3-ാം നമ്പറിലായിരിക്കും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ബാറ്റിങ്ങിനെത്താൻ പോകുന്നത്. 4-ാമനായി റിയാൻ പരാഗും, 5-ാം നമ്പറിൽ സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയും എത്തും. 6-ാം നമ്പറിൽ റിങ്കു സിംഗും, പിന്നീട് വാഷിംഗ്ടൺ സുന്ദർ, രവി ബിഷ്ണോയ് എന്നിവർ 2 സ്പിന്നർമാരായി കളിക്കുമ്പോൾ 3 പേസർമാർ 11-ൽ സ്ഥാനം പിടിച്ചേക്കും. ഹർഷിത് റാണ, അർഷ്ദീപ് സിംഗ് എന്നിവർക്കൊപ്പം ഇന്ത്യയുടെ പുതിയ യുവതാരമായിട്ട് നമുക്കറിയാം, ആദ്യമായി ഇന്ത്യക്ക് വേണ്ടി അന്താരാഷ്ട്ര മത്സരം കളിക്കാൻ പോകുന്ന മായങ്ക് യാദവും 11-ൽ സ്ഥാനം കിട്ടിയേക്കും. ഇതാണ് ഒന്നാം T20 ഇന്ത്യയുടെ സാധ്യത 11. അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ, സൂര്യകുമാർ യാദവ്, റിയാൻ പരാഗ്, ഹാർദിക് പാണ്ഡ്യ, റിങ്കു സിംഗ്, വാഷിംഗ്ടൺ സുന്ദർ, രവി ബിഷ്ണോയ്, ഹർഷിത് റാണ, അർഷ്ദീപ് സിംഗ് ആൻഡ് മായങ്ക് യാദവ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.